വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗേ ഇതേ വെളിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ചാമ്പമരമാണ്, മറ്റേ വെള്ള ചാമ്പ പിടിക്കത്തില്ലേ, വലിയതാണ്. പക്ഷെ മധുരം കുറവാണ് ഇതിന് കേട്ടോ. പിടിച്ചിട്ടില്ല, പിടിക്കാറായിട്ടില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. വളരെ കുറച്ച് ഫ്രണ്ട്സേ എനിക്കുള്ളൂ, പക്ഷെ ഉള്ളത് നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമുക്ക് നമ്മുടെ ഫാമിലി കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നോ രണ്ടോ ഫ്രണ്ട്സൊക്കെ വേണം. കാര്യം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഫാമിലി അടുത്ത് പറയാൻ പറ്റത്തില്ല, അവർ വിഷമിക്കുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാൾ ഫ്രണ്ട്സാണ്. അപ്പം അതിൽ ഞാൻ ബ്ലെസ്ഡാണ്. എനിക്കുള്ള എൻ്റെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരികളുണ്ട്. ഒന്ന് സൗമ്യ, ഒന്ന് തസ്നി. ഇവർ രണ്ടും എൻ്റെ LKG തൊട്ട് 10th വരെ എന്നോടൊപ്പം പഠിച്ചവരാണ്. ആ സമയത്ത് ഇവർ എൻ്റെ വലിയ ഫ്രണ്ട്സ് ആയിരുന്നില്ല. അത് കഴിഞ്ഞാണ് പിന്നെയാണ് ഞാനിവരെ എൻ്റെ ജീവിതത്തിലോട്ട് ഇവർ വരുന്നതും പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് ആവുന്നതും ഒക്കെ. അപ്പം സൗമ്യ എന്ന് പറഞ്ഞാൽ ഡെയിലി വിളിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, എല്ലാ വിശേഷങ്ങളും, കുഞ്ഞുങ്ങളെ പഠിത്തം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് വയസ്സാകുമ്പോൾ യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ, വയസ്സാകുമ്പോഴുള്ള പ്ലാനിങ് ഒക്കെ ഞങ്ങൾ തമ്മിൽ. പിന്നെ തസ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒന്നും വിളിയൊന്നും ഇല്ല, പക്ഷെ വല്ലപ്പോഴും ഇങ്ങനെ ഒരു കാറ്റ് വരുന്ന പോലെ വരും വീട്ടിലോട്ട്. അന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പോകും. എപ്പോഴാണ് വരുന്നത് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതാ വരിക എന്ന് പറയും, ചിലപ്പോൾ വരുത്ത പോലും ഇല്ല. എന്നാലും എനിക്കിപ്പോൾ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി, അതെനിക്ക് ഉറപ്പാണ്. അപ്പം എനിക്ക് പിന്നെ വിശ്വസിച്ച് നമുക്ക് എന്തും പറയാം. പിന്നെ എനിക്കുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുന്നതാണ് ഞാൻ പഠിപ്പിച്ച ഒരു സ്കൂളിൽ, ഇപ്പം റീസെൻ്റായിട്ട് പഠിപ്പിച്ചില്ല, അതിന് മുമ്പത്തെ സ്കൂളിൽ ഒരു കുറച്ചൊരു ഗ്രൂപ്പ് ടീച്ചേഴ്സ്. അവരുമായിട്ട് ഭയങ്കര നല്ല കണക്ഷനാണ്. ഡെയിലി ബേസിസിൽ വിളിയൊന്നുമില്ല, പക്ഷെ അവരുമായിട്ട് എപ്പോഴും ഒരു നമുക്ക് കണക്ഷനുണ്ട് വാട്സപ്പ് ത്രൂ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്, നല്ല മെമ്പേഴ്സാണ്. ഇത്രയൊക്കെ മതിയെന്നേ. നമുക്ക് ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരു ആത്മാർത്ഥതയില്ലാത്ത ഫ്രണ്ട്ഷിപ്പിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് അല്ലേ. നമ്മൾ ആ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളൊന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് അപ്പം തന്നെ കുറ്റം പറയും. അപ്പം അങ്ങനെയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ പോകുമ്പം ഒരാളെ കുറ്റം പറയുക, അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഇല്ലാത്ത തന്നെ നല്ലതല്ലേ. അപ്പം അതിൽ ഞാൻ എൻ്റെ കുറ്റം കൊണ്ട് എൻ്റെ കുറ്റമല്ല, നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ വിളിക്കാൻ പറ്റാതായി. പിന്നെ നമുക്ക് പണ്ടൊക്കെ ഇതുപോലെ ഫോൺ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലാതെയായി. അപ്പം അങ്ങനെ കോണ്ടാക്റ്റ് വിട്ടുപോയ, പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ഫ്രണ്ടുണ്ട്. എൻ്റെ ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടത്തിൽ, അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പേര് നീത്ത എന്നാണ്. നീത്തനായിട്ട് കോണ്ടാക്റ്റ് വെക്കാൻ പറ്റാത്തത് അന്നത്തെ ഞാൻ നേരത്തെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെതായ ഇതിൽ കുട്ടിയായി, അതിനെൻ്റേതായ നമ്മളുടെ ഫാമിലി ആയിട്ട് ആ ഒരു രീതിയിൽ പോയപ്പം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷേ നീത്തയായിട്ട് എനിക്ക് ഒരുപാട് നാളിന് ശേഷം കിട്ടി, പക്ഷേ കുറച്ച് ഗ്യാപ്പ് ആയതുകൊണ്ട് കുറച്ച് നാളിന് ശേഷം വിളിക്കുമ്പം എനിക്കൊരു ചമ്മൽ. അന്ന് ഇത്ര എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം വിളിക്കുമ്പോൾ എന്ത് തോന്നും, ഇത്ര നാൾ വിളിച്ചില്ലെന്ന് തോന്നുമല്ലോ, അങ്ങനെ എൻ്റെ ചമ്മൽ കാരണം ഞാൻ വിളിക്കാത്തത്. അപ്പം പക്ഷെ നല്ല കുട്ടിയാണ്, എപ്പോഴും ഞാൻ പറയും നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച്. ഈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് തന്നെ നമ്മുടെ ഇപ്പം വരെയും ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ് അല്ലേ. ചൈൽഡ്ഹുഡ് എനിക്ക് സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ ആയിരിക്കും ഭാവിയിൽ എൻ്റെ ഫ്രണ്ട്സ്. പക്ഷേ അവരുമായിട്ടൊന്നും യാതൊരു അഡ്രസ്സ് പോലും ഇല്ലാത്തവരുണ്ട്. പിന്നെ വല്ലപ്പോഴും വഴിയിൽ വെച്ച് കണ്ടാൽ മിണ്ടും, ഒരു ഹായ് ബായ് ബന്ധം, അതിനപ്പുറത്തോട്ടുള്ള ബന്ധമൊന്നുമില്ല. അപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ കുറച്ചും കൂടെ എനിക്കൊന്ന് ഫ്രണ്ട്ഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ ഇതാണെന്ന് തോന്നുന്നു. അവർ ആ ഒരു ഏത് ലെവലിൽ പോയാലും, അതായത് പഠിച്ചു കഴിഞ്ഞ് ഏത് പൊസിഷനിൽ എത്ര ദൂരെ എവിടെ പോയാലും തിരിച്ച് അവർ നാട്ടിൽ വരുമ്പം ഭയങ്കര കമ്പനി ആയിട്ട് കാണാറുണ്ട് ആൺകുട്ടികളുടെ കാര്യത്തിൽ. എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ. അപ്പം ശരി, പിന്നെ കാണാം. ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമായി?